എന്റെ കണ്ണേട്ടം മടങ്ങി വരുന്നത് വരെ എന്റെ നെഞ്ചെടുപ്പിന് ഒരു കുറവും ഉണ്ടാവില്ല. ആ ജീവിതം ആദിക്ക് വെച്ച് വഴിമുട്ടി പോകും പോലെ കലിയിളകിയ തെമ്മാടിക്കൂട്ടങ്ങൾ കൊടുങ്കാറ്റായി മാറുന്നു. ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുതിയ പ്രൊമോ. എൻ്റെ പൊന്നോ, 1 മണിക്കൂർ നേരമുള്ള മഹാ എപ്പിസോഡാട്ടോ. അതിൽ കണ്ണൻ മരിക്കുന്നതല്ല, ഒരു കൊക്കയിലോട്ട് ഇങ്ങനെ വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി അത് എത്രത്തോളം സത്യമുണ്ട്, ഇനി നമ്മുടെ മഹാലക്ഷ്മിയുടെ സ്വപ്നമായിരിക്കുമോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വന്നേ മതിയാവും. എന്തായാലും നമ്മുടെ മേഘനാഥൻ നമ്മുടെ വാമദേവനോട് പറയുന്നുണ്ട്, ഈ ഒരു മണ്ഡലകാലത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെയാണ് അച്ഛ എന്നും പറഞ്ഞ് നമ്മുടെ മേഘനാഥൻ ഭയങ്കര കോൺഫിഡന്റിൽ നിൽക്കുവാണേ. കണ്ണൻ ഇല്ലാതാകും എന്നും പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അപ്പുറത്ത് നമ്മുടെ ദുർഗാമ്മയോടൊക്കെ എല്ലാവരും നമ്മുടെ മേഘനാഥനൊക്കെ പറയുന്നുണ്ട്, കണ്ണൻ ഇനി ഇല്ല, തീർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പുറത്ത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കേണ്ട ധൈര്യം കൊടുക്കുന്നുണ്ടേ, കണ്ണൻ ഇനി തിരികെ വരില്ല അമ്മ ധൈര്യമായിട്ടിരിക്കും എന്നും പറഞ്ഞ് എല്ലാവരും ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുക. നമ്മുടെ മഹാലക്ഷ്മിയും മഞ്ജു ആണെങ്കിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക കണ്ണേട്ടൻ ഒരാപത്തും കൂടാതെ തിരികെ വരാൻ വേണ്ടി. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒരു അങ്കലാപ്പും പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ നമ്മൾ ദുർഗാമ്മ അവിടെ ചെന്ന് ചെറുതായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ തിരികെ എത്തുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്നെ സഹിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര കലിപ്പിടുന്നൊക്കെയുണ്ട്. ലാസ്റ്റ് രാത്രി മല കയറി രാത്രി ആവുന്ന സമയം ഇവര് ഒരു എന്താ പറയുക, ഒരു മലയുടെ പൊക്കത്ത് ഇങ്ങനെ നിൽക്കുന്നതും കാണാം. ഈ ഗുണ്ടകൾ വന്ന് നമ്മുടെ കണ്ണനെ ചവിട്ടി താഴെ ഇടുന്നതും കാണാട്ടോ. ഇനി ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടതല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.